ഹായ്, ഞാൻ നാജാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് റോസ് പ്ലാന്റിൻ്റെ വീഡിയോ ആണല്ലോ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് അല്ലാത്ത കുറച്ച് പ്ലാന്റ്സുകളെ പരിചയപ്പെടാം. ഇത് നമുക്ക് തുടക്കക്കാർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതും ഗാർഡനിൽ നിറച്ച് പൂക്കൾ തരുന്നതുമായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് ഇപ്രാവശ്യം നമ്മൾ സെയിലിനിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം. ിൽ സെയിലിനായിട്ടുള്ളത് ടെക്കോമയാണ്. ഒരുപാട് പേര് വാങ്ങിച്ച ഒരു പ്ലാന്റാണ് ടെക്കോമ. അതിൻ്റെ ഒരു പുതിയ കളറും കൂടി നമ്മളതിൽ വന്നിട്ടുണ്ട്. ഈ ടെക്കോമ പ്ലാന്റിന് 100 രൂപയാണ്. 3 കളർ ഇപ്പം നമ്മളെ കയ്യിലുണ്ട്. 3 അല്ല 4 കളർ. വയലറ്റും ഉണ്ട്, ഒരു വയലറ്റ്, യെല്ലോ, ഓറഞ്ച്, പിന്നെ ഓറഞ്ച് യെല്ലോയും കൂടെ ഒരു ഷെയ്ഡ് വരുന്നത്. അങ്ങനെ ഈ 4 ടെക്കോമയാണ് ഇപ്പം നമ്മളെ കയ്യിൽ സെയിലിനുള്ളത്. 100 രൂപയാണ് ടെക്കോമ. ഇനി അടുത്ത സെയിലിനുള്ള ഒരു പ്ലാന്റും കൂടി കാണിക്കാം. അടുത്ത സെയിലിനായിട്ടുള്ളത് ഡാലിയയാണ്. ഡാലിയ 2 കളർ, ഒന്ന് ലൈറ്റ് വയലറ്റിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതും ഒന്ന് ഡാർക്ക് വയലറ്റ്. അങ്ങനെ 2 കളറാണ് ഡാലിയ നമ്മളെ കയ്യിൽ സെയിലിനായിട്ടുള്ളത്. 115 രൂപയാണ്. ഈ ഡാലിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു സ്റ്റെമ്മ് നമുക്ക് കട്ട് ചെയ്ത് ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്ത് മുറിച്ച് വളമില്ലാത്ത മണ്ണിൽ കുത്തിവെച്ചാൽ പൊടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. പോരാത്തതിന് ഇതിൻ്റെ മൂട്ടിൽ കിഴങ്ങും ഉണ്ടാവും. അപ്പം അതും നമുക്കെടുത്ത് നടാവുന്നതാണ്. ഡാലിയ നശിച്ചു പോവില്ല. ഒരുപാട് പേർക്ക് അത് അറിഞ്ഞുകൂടാതെ വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ച് ചെടിയെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ ചെറിയ പ്ലാന്റ് കൊണ്ടുവന്ന് വലിയ പോട്ടിൽ വയ്ക്കും. അത് വെള്ളമൊക്കെ കൂടിയിട്ട് ചെടി അഴുകിപ്പോകാൻ സാധ്യത കൂടുതലാണ്. എപ്പോഴും പ്ലാന്റിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള പോട്ട് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. ഗന്ധരാജൻ എന്ന മലയാളത്തിൽ പറയുന്ന ഒരു പ്ലാന്റാണ് അടുത്ത സെയിലിനായിട്ടുള്ളത്. ഒരു ചെടി, ഇതൊരു ചെറിയൊരു പോട്ടിൽ, ചെറിയൊരു 12 ഇഞ്ചിന്റെ പോട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. പക്ഷെ അതിൽ ഓരോ നോഡിലും ഓരോ ബ്രാഞ്ചിലും എത്ര മുട്ട, ഇത് ആ പ്ലാന്റ് നിറച്ച് മുട്ടാണ്. ഒരു 500 മുട്ടെങ്കിലും വരും. ഇത്രയ്ക്ക് പൂ പിടിക്കുന്ന നല്ല മണമുള്ള ഭയങ്കര സുഗന്ധമുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇത് നമ്മളെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. ഗാർഡീനിയ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷിലെ നെയിം. അപ്പൊ ആ പ്ലാന്റ് സെയിലിനുള്ള, ആ ഗന്ധരാജന്റെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ്. അതിലും നിറച്ച് മുട്ടകളുണ്ട്. നല്ല മണമുള്ള ഒരു പ്ലാന്റാണ്. ഒരെണ്ണം നമ്മളെ ഗാർഡനിൽ നിന്നാൽ ആ പരിസരം മൊത്തം സുഗന്ധം പരത്തുന്ന ഒരു ചെടിയാണ് ഗന്ധരാജൻ. അപ്പോൾ ഇത് 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. വലിയ പ്ലാന്റാണ്, ഫ്ലവറും ഉണ്ട്, എല്ലാത്തിലും മൊട്ടും ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. ഇത് പോട്ടിലോട്ട് മാറ്റാൻ സമയം കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പോട്ടിലോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുകയും ചെയ്യും. നല്ല ഒരു ആരോഗ്യമുള്ള പ്ലാന്റാണ്. അടുത്ത് നമ്മളെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് മാൻഡിവില്ലയാണ്. അതാ നല്ല എപ്പോഴും ഫ്ലവർ ഇഷ്ടപ്പെടുന്ന വാങ്ങുന്ന ഒരു പ്ലാന്റാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മാൻഡിവില്ല. ഇത്രയും വലിയ പ്ലാന്റാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 200 രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ്. ഇനി ഇതിന്റെ തന്നെ പിങ്കും റെഡും ഉണ്ട്, പക്ഷെ അതിന് റേറ്റ് കൂടുതലാണ്. അത് പ്ലാന്റ് ഇതിനേക്കാൾ സൈസും കൂടുതലാണ്. പിങ്കിന് 325, റെഡ് 325ആണ്. ഇതിന് 200 രൂപ റേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രം ഇട്ടത്. മറ്റേത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ അതിന്റെ ഫോട്ടോ ഇട്ട് തന്നിട്ട് നമ്മളെ പ്ലാന്റ് തരുന്നതാണ്. ഇത് റേറ്റ് കുറവാണ്. ഇത് എപ്പോഴും നല്ല നിറച്ച് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ്. റെഡ്, ഇത് വൈറ്റ്. പിങ്കിൽ ഇപ്പൊ ഫ്ലവർ ആയിട്ടില്ല, പക്ഷെ ഫ്ലവർ ഉണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയതാണ്. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത് റെഡ് പ്ലാന്റ് ആണ് ഞങ്ങൾ അയക്കുന്ന പ്ലാന്റ്. ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഞങ്ങൾ അയക്കുന്നത്. ഈ റെഡിന് 325 രൂപയാണ്. ഇത് അതിന്റെ പിങ്കാണ്. പിങ്ക് ഇത്രയും വലുതാണ്. പിങ്ക് നല്ല വലിയ പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് 325 രൂപ. ഇനി ഇത് വൈറ്റ്. അതും അത്യാവശ്യം വളർന്ന് നല്ല വലിപ്പം വെച്ച പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് 200 രൂപയാണ്. ഇത്രയും വലിയ പ്ലാന്റിന് നമ്മൾ ഇടുന്നത്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം നമ്മളെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ വലുതാക്കി എടുത്ത പ്ലാന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നിങ്ങളെ കയ്യിൽ കിട്ടിയാലും നശിച്ചു പോവില്ല. ഇത് നമ്മളെ കാലാവസ്ഥയായിട്ട് നല്ലപോലെ യോജിച്ച് വന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങൾ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ്. ഇവിടെ 1-2 ക്ലൈംബിങ് സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്താൽ മുകളിലോട്ട് വളർന്നു വന്നിട്ട് ഇത് പിന്നെ നല്ല നിറച്ച് എപ്പോഴും ഗാർഡനിൽ ഫ്ലവർ ആഗ്രഹിക്കുന്നവർ വാങ്ങാൻ പറ്റുന്ന പ്ലാന്റിലൊന്നാണ് മാൻഡിവില്ല.
ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് മാത്രം കുറച്ച് ശ്രദ്ധിക്കണം. ഒരു 3 മണി സമയത്ത് വൈകിട്ട് 3 മണിക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കരുത്. അല്ലെങ്കിൽ രാവിലെ ഒഴിക്കണം. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വെള്ളം ഒഴിക്കണം. പിന്നെ വെള്ളം ഒഴിക്കരുത്. രാത്രി കാലങ്ങളിൽ ഇതിൽ വെള്ളം കെട്ടിക്കിടന്നാൽ അതിൻ്റെ വേര് ചീഞ്ഞിട്ട് ചെടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ചതൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒരു 2 മാസം കൂടുമ്പം വേണമെങ്കിൽ കുറച്ച് DAP കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നുമില്ല. വാട്ടറിങ് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് ചെടിക്ക് ആവശ്യമാണെന്ന് കണ്ടാൽ വളം കൊടുക്കുക. വളം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും എപ്പോൾ കൊടുത്താലും ഒരു പ്രശ്നമില്ല. പക്ഷേ DAP പോലുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കലക്കി ദൂരെ ഒഴിച്ചു കൊടുക്കുക. അത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. നിറഞ്ഞു പൂത്ത് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് ഇത് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക. ചെടികൾ ഇഷ്ടപ്പെടുന്നവർ. നമ്മളെ ഗാർഡനിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയിൽ പെട്ടതാണ് മാൻഡിവില്ല. ഇത് ഞാൻ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു ചട്ടിയിൽ ഒരു 8 ഇഞ്ചിന്റെ പോട്ടിലാണ് ഞാൻ നട്ടു വെച്ചേക്കുന്നത്. അതിനകത്ത് തന്നെ നിറച്ച് ഫ്ലവറാണ്. എപ്പോഴും മൊട്ടും പൂവായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കും. റെഡും ഏകദേശം ഇതുപോലെ തന്നെ നിറച്ച് പൂ പിടിക്കുന്ന പ്ലാന്റ് ആണ്. എന്തെങ്കിലും ജൈവവളം കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് DAP ഒക്കെ എടുത്താൽ നല്ലതായിരിക്കും. കൂടുതലും ജൈവവളം കൊടുക്കാൻ തന്നെ ശ്രമിക്കുക. അടുത്ത സെയിലിനായിട്ടുള്ളത് മുസാന്ത എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. പണ്ട് കാലങ്ങളിലേ ഉള്ളതാണ്. പക്ഷെ അത് നാടൻ വെറൈറ്റിയാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി. നമുക്ക് ചെറിയ പോട്ടിൽ പോലും നല്ല സെറ്റ് ചെയ്ത് നിർത്തിയാൽ ഏത് സമയത്തും ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് മുസാന്ത. അപ്പം ഇതും ഇതുപോലെ ഇതിന് റേറ്റ് 300 രൂപയാണ്. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് ഇതിന്റെ ഈ റേറ്റ് കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് പോട്ടിലൊക്കെ നടാൻ പറ്റുന്ന, പണ്ട് കാലങ്ങളിലുള്ളത് നമുക്ക് തറയിൽ നട്ട് വലിയ ഒരു മരമായിട്ട് പോകുന്ന ചെടിയാണ്. ഇത് നമുക്കൊരു ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് പോട്ടിൽ നടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. 300 രൂപയാണ് ഇതിന്റെ റേറ്റ്. അടുത്ത് ഇത് നമ്മളെ കയ്യിൽ ഒരുപാട് പേര് വളം ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വളം എടുത്തു. നഴ്സറിക്കാർ യൂസ് ചെയ്യുന്ന ഒരു വളമാണ് ഇത്. ഫ്ലവറിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ വേരുകൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഫ്ലവർ ഇടാനും ഒക്കെ പറ്റിയ ഒരുപാട് NPK ചേർന്നിട്ടുള്ള ഒരു വളമാണ് ഇത്. പിന്നെ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതിൽ നിന്ന് ഒരു സ്പൂണ് ഉപയോഗിച്ചാൽ ചെടി നല്ല കരുത്തോടുകൂടി വളരുകയും ഫ്ലവർ നന്നായിട്ട് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു വളമാണ് ഇത്. 95 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇതും ഇപ്പം നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് വളം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വളം എടുത്തത്. അപ്പം ഇതും ആവശ്യക്കാർ പറഞ്ഞാൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. ഞാൻ കുറേ ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ക്ലൈംബിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു ഓഫർ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചൂട് കാലാവസ്ഥ ആയത് കാരണം കട്ടിങ്സ് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ആ ഒരു സെയിലിനിടാനും മാത്രമുള്ള പ്ലാന്റ്സുകൾ കിട്ടുന്നില്ല. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം നല്ല ഒരു ക്ലൈംബിംഗ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.